നമസ്കാരം, എല്ലാവർക്കും സെല്ലുലാർ വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന മോഡൽ LGയുടെ ഏറ്റവും പുതിയ മോഡലായ വിങ് 5G. നമുക്ക് വിങ്ങിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും മുമ്പിൽ വിങ് എന്ന് എഴുതിയിട്ടുണ്ട് 5G. റൈറ്റ് സൈഡിലായിട്ട് Qualcomm Snapdragon അതിന്റെ പ്രോസസർ ഡീറ്റെയിൽസ് പവേർഡ് ബൈ തിങ്. ഹാർഡ് കേസ് ഇൻക്ലൂഡഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കേസ് ഇൻസൈഡ് ആണ്. ജസ്റ്റ് താഴെ അതിന്റെ MRP 80,000 rupees. കൂടാണ്ട് ഇതിനകത്ത് വരുന്ന ആക്സസറീസ് ഡേറ്റ കേബിൾ, ട്രാവലിംഗ് അഡാപ്റ്റർ, ബാറ്ററി, യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, സിം ഇജക്ഷൻ പിൻ, ഓഡിയോ ജെൻഡർ, ഫോൺ കേസ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫിലിം. ഇത്രയാണ് ബോക്സിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. നമുക്കൊരു പ്ലാസ്റ്റിക് ഫീല് വരുന്നുണ്ട്. കൂടാണ്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പൗച്ച് ഇട്ടിട്ട് തന്നെ വയർലെസ് ചാർജിങ് ചെയ്യാൻ സാധിക്കും. കൂടാണ്ട് പ്രൊട്ടക്ഷൻ കേസ് കൂടാണ്ട് ഫിലിം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉള്ളിലുണ്ട്. അത് രണ്ട് സ്ക്രീനിൽ ഒട്ടിക്കാനായിട്ടുള്ളതുണ്ട്. ഫസ്റ്റ് സ്ക്രീൻ മെയിൻ സ്ക്രീനിലും സെക്കൻഡറി സ്ക്രീനിൽ ഒട്ടിക്കാനുള്ള രണ്ട് പ്രൊട്ടക്റ്റീവ് ഫിലിം ഇതിനകത്ത് അവർ തരുന്നുണ്ട്. കൂടാണ്ട് ഇജക്ഷൻ പിന്നും വാറണ്ടി കാർഡും ഇതിനുള്ളിലാണ്. LG Wing Swivel mode, Gimbal motion camera, 6.8 inch 172.7 mm, flapless P-OLED full version and dual recording mode. നമുക്കറിയാം മേളിലും താഴെയും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. കൂടാണ്ട് തന്നെ ബാക്ക് റിവേഴ്സ് ക്യാമറ, പുറകിലുള്ള ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഒരേ സമയം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. റെക്കോർഡിംഗ് മാത്രമല്ല, ഇതിനകത്ത് ഫോട്ടോസ് എടുക്കാനും അവർ ടെക്നോളജി എനേബിൾ ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാം. ഈസ് ഈക്വൽ ടു 1.8 ആംപിയർ അഡാപ്റ്ററാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജറാണ്. കൂടാണ്ട് ടൈപ്പ് സി ഡേറ്റ കേബിൾ, ഇതാണ് ഓഡിയോ ജെൻഡർ. ഇത് നോർമൽ 3.5 ജാക്കിലേക്ക് ഹെഡ്സെറ്റ്സ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കൺവേർട്ടറാണിത്. പ്രധാനമായിട്ടും വരുന്നത് ക്യാമറ അലൈൻമെന്റ്സ് ആണ്. മുകളിലുള്ളത് 12 മെഗാ പിക്സലിന്റെ ജിംബൽ ക്യാമറയാണ്. ആ ക്യാമറ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റും. സെൻട്രലിൽ 64 MB വിവിഡ് ക്യാമറയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഏറ്റവും താഴെ 13 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും. കൂടാണ്ട് LED ഫ്ലാഷ് ഒരു സ്ക്വയർ ബോക്സിനകത്താണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് സ്ക്വയർ ബോക്സ് ആണ്. അതിനകത്തോട്ട് അവർ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്സ മോഷൻ സ്റ്റെബിലൈസർ. Secondary screen 3.9 inch G-OLED screen, main 6.8 inch P-OLED screen.
ഈ ഒരു പോർഷനിലാണ് നമുക്ക് സിം കാർഡ് ഇടാൻ പറ്റുന്ന ഒരു പോർഷൻ. Pop-up camera and mic hold and right side volume up and down and on off switch. താഴെ വരുമ്പോൾ ഓഡിയോ ഇവിടെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ചാർജിങ് പോർട്ട്, ഇപ്പം ഡൗൺ പോർട്ടിൽ നമ്മുടെ മെയിൻ മൈക്ക്. ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കീസ് അതിൻ്റെ കൺട്രോൾ നമുക്ക് താഴെയാണ് വരുന്നത്. ഏറ്റവും വലിയ വിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ടെക്നോളജി. ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ടും സാധാരണ ക്യാമറ നമുക്ക് സൂം ചെയ്യുന്നത് സ്ട്രെയിറ്റ് അവേയിലേക്കാണ്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു ടെക്നോളജി ജിബിൽ ആ ടെക്നോളജി അവർ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കത് ലോക്ക് ചെയ്യാം. ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ലോക്ക് ചെയ്യാൻ സാധിക്കും. ജിബൽ മോഡാണ്. താഴെ തന്നെ എൻ്റെ മോഡിൻ്റെ ഡീറ്റെയിൽസ് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈം ലാപ്സ് മോഡ്, സ്ലോ മോഷൻ മോഡ്, ജിബൽ മോഡ്, ഡുവൽ റെക്കോർഡിംഗ് മോഡ്. ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രൈസ് റേഞ്ചാണ്. ഈ ഒരു ഇത്രയും ഇൻറ്റേർണൽ ബിൽറ്റ് ഇൻ ക്വാളിറ്റി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ഇൻറ്റേർണൽ ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് ഈ പ്രൈസ് റേഞ്ചാണ് ഒരു അട്രാക്ഷൻ. ഇത്രയും നല്ല ഫോൺ, ഇത്രയും ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക എന്നുള്ളത് വാല്യൂ ഫോർ മണി തന്നെയാണ്. നമ്മളിന്ന് പരിചയപ്പെട്ടത് LGയുടെ വിങ് 5G സ്വെൽ ഫോണായ വിങ് 5G. എപ്പോഴും പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്ന LG ഇത്തവണയും വിങ് 5G കൊണ്ടുവന്നത് വളരെ അട്രാക്ഷനോടുകൂടിയാണ്. നമുക്ക് 3D ടെക്നോളജി കൊണ്ടുവരുന്ന കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയിരുന്ന ഒരു മോഡൽ LGയുടെയാണ്. അത്തരം വ്യത്യസ്തമായ ടെക്നോളജി ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന LG ഇത്തവണയും ഒട്ടും കസ്റ്റമേഴ്സിന് ഒരിക്കലും നിരാശപ്പെടുത്താതെ കൊണ്ടുവന്നൊരു മോഡലാണിത്. അപ്പോൾ നമുക്കിനിയും അടുത്തൊരു പുതിയൊരു മോഡലും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അൺബോക്സിങ്ങുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ സൈനിങ് ഓഫ് ഉദയം.